നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചിരാഗ് പാസ്വാനും ജതൻ റാം മാഞ്ചിയും ഒക്കെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഞങ്ങളല്ലേ BJPയെ പിന്താങ്ങുന്നത്? പിന്നെ എന്തിനാണ് ചെറിയ പാർട്ടികളെ ഇത്ര വലുതാക്കി കാണിച്ചവർക്ക് ക്യാബിനറ്റിൽ ഇത്ര വലിയ പ്രത്യേകത കൊടുത്തിരിക്കുന്നത്? സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ ക്രമമനുസരിച്ച് ആദ്യ സഖ്യകക്ഷിയായി ക്യാബിനറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് JDS നേതാവായിട്ടുള്ള HD കുമാരസ്വാമിയാണ്. ഇതിൽ നിന്ന് തന്നെ ഐക്യജനതാദളിനും TDPക്കും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഐക്യജനതാദളിനെയും TDPയെയും ഒതുക്കാനാണ് ശ്രമം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഐക്യജനതാദൾ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ബീഹാർ രാഷ്ട്രീയം എങ്ങനെയൊക്കെ തീരുമാനിക്കണം എന്നത് തൻ്റെ പക്കൽ തന്നെയാണ് ഇപ്പോഴും എന്ന് തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ഡയലോഗ്. അതുമാത്രമല്ല, BJPയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ ഒക്കെ പാർട്ടി നേതൃത്വം മറ്റൊരു രീതിയിലേക്കാണ് ചിന്തിക്കുന്നത്. അതായത് ഐക്യജനതാദളിൽ ഉള്ള ന്യൂനപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു കൊലീഷനെ, അതായത് ഈ ഒരു സഖ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിതീഷിന് അസംതൃപ്തിയുണ്ട്. ഒന്ന്, അവിടുത്തെ സ്വന്തം പാർട്ടിക്കാർ തന്നെ നിതീഷ് കുമാറിനെതിരെ തിരിയുമോ എന്നുള്ള ഭയം ഇപ്പോഴും ഉണ്ട്. മറ്റൊന്ന്, വേണ്ടത്ര പ്രാധാന്യം നൽകാതെ BJP ചതിയാണ് കാണിച്ചത് എന്ന നിതീഷ് പക്ഷക്കാരുടെ അഭിപ്രായവും അവിടെയുണ്ട്. ഇതിൽ ഏതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യവും അവിടെ ശ്രദ്ധേയമാണ്. BJP വിടാൻ നിതീഷിന് ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും തന്നെ വേണ്ടല്ലോ എന്നുള്ളതാണ്. 2019 നിതീഷ് കുമാറിന് ക്യാബിനറ്റ് പദവി നൽകിയതാണ്. എന്നാൽ തൻ്റെ MLAമാരുടെ കണക്ക് വെച്ച് കൂടുതൽ സ്ഥാനമാനങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് മാറി നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഐക്യജനതാദളിന് പ്രാതിനിധ്യം എന്ന രീതിയിൽ ചർച്ച നടന്നപ്പോൾ 3 ക്യാബിനറ്റ് ബർത്തെങ്കിലും വേണം, 2 സഹമന്ത്രി സ്ഥാനം വേണം, ഇത്തരത്തിലേക്കുള്ള ഡിമാൻഡായിരുന്നു. TDPക്കും അത്തരത്തിലാണ്. എന്നാൽ TDPയെ പോലെയല്ല, നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം ബീഹാർ രാഷ്ട്രീയത്തിനെ കുറിച്ച് ചെറുതല്ലാത്ത കാര്യങ്ങളുണ്ട്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇല്ലെങ്കിൽ BJP ഇനി അധികാരത്തിൽ വരുന്ന കാര്യം സംശയത്തിലാണ്. BJPയെ തളയ്ക്കാൻ RJD കഴിവതും ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് RJD കോംബോ അധികാരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇക്കുറി RJD കോൺഗ്രസ് മുന്നേറ്റം കാര്യമായ വിധത്തിൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും RJDക്ക് 4 ലോക്സഭാ സീറ്റുകൾ ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. കോൺഗ്രസിനാകട്ടെ 3 സീറ്റുകൾ ലഭിച്ചു. എന്നാൽ സഖ്യകക്ഷിയായിട്ടുള്ള LJPക്കും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കുമൊക്കെയാണ് കൂടുതൽ സ്ഥാനം നൽകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതൊക്കെ തന്നെ നിതീഷ് കുമാറിനെ ചൊടിപ്പിക്കുകയാണ്. തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. ആ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ അനുരഞ്ജനത്തിന് വരികയാണ് താനുമായി. അത് ഒരു രീതിയിലും അനുവദിച്ചു കൊടുത്തൂടാ എന്ന് പാർട്ടിക്കുള്ളിലെ അണികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ചിരാഗ് പാസ്വാൻ 2020 തലങ്ങും വിലങ്ങും നടന്നാണ് തൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് നിതീഷ് കുമാറിൻ്റെ മനസ്സിൽ ഉമ്മിത്തീ പോലെ കത്തി ജ്വലിക്കുകയാണ്. പക അത് വീട്ടാനുള്ളതാണ് എന്ന് നിതീഷ് കുമാറിന് ശരിക്കും അറിയാം. BJPയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ന്യൂനപക്ഷ നേതാക്കളുടെ ആവശ്യം എങ്ങനെയായിരിക്കും നിതീഷ് കുമാർ ഗൗരവത്തിൽ എടുക്കുക? അതോ പൊട്ടാൻ തയ്യാറായിക്കോളൂ എന്ന രീതിയിൽ BJPയുമായി സഹകരിച്ചതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നാശം വിതയ്ക്കണമോ എന്ന തീരുമാനവും നിതീഷ് കുമാറിൻ്റെ കൈകളിൽ തന്നെയാണ്. ഏതായാലും അന്തിമ തീരുമാനം അദ്ദേഹത്തിന് കൈക്കൊള്ളാൻ വേണ്ടി വിട്ടിരിക്കുന്നു അണികൾ.